നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം തൊടുപുഴയിൽ HRDSന്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ ഓർമ്മ പുതുക്കൽ മുഖ്യാതിഥിയും ഉദ്ഘാടകനുമായി എത്തിയ ബഹുമാനപ്പെട്ട എക്സ്-MLA PC ജോർജ്. അന്ന് അടിയന്തരാവസ്ഥ എന്നെ പിടിച്ചോണ്ട് പോയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒത്തിരി വേദനിക്കുന്നതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോയിട്ട് ആരോടും പിടിച്ച് കോടതി കൊടുത്തു. പാലാപ്പുറം ഇപ്പോൾ കോടതിയില്ല. കോടതി ചെന്ന് മൈസൂരിനോട് ചോദിച്ചു ഇതെന്ത് പറ്റി. ഞാൻ എനിക്കടുത്ത് എനിക്ക് വീട്ടിൽ കോടതി അവിടെ എന്നിട്ട് ഞാൻ വേറെ നോക്കി. എന്നെ മാത്രമല്ല എനിക്ക് തന്നെ വിളിച്ചോണ്ട് വേറെ 19 പേരാണ്. അവരെല്ലാം വിട്ട് ഞാൻ കുറെ കളിക്കില്ല. എന്നെ മാത്രം വിളിച്ചോണ്ട് പോയി. അപ്പോൾ മൈസൂരിൽ ഉത്തരപ്പെടുന്നു. ഞാൻ പറഞ്ഞ ഒരു 50 പേരുണ്ടായിരുന്നു. അവരെന്ത് അവരെ ഈള പെട്ടെന്ന് ഒരു നിൽക്കുകയാണ് പ്രിയാകൃഷ്ണൻ മൈസൂരി വെച്ച് കൂടായി മൈസൂരി ഇന്നാളെ ഏറ്റവും പോകും. പിന്നെ വിടാൻ പിടിച്ചോട് കൊടുത്തിരിക്കണം. എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് എന്നെ വീട്ടിൽ കൊണ്ട് ഓടിക്കണം. അപ്പം സൂപ്പർ ഒരാളെ വെച്ചിട്ടുണ്ട്. പോലീസിന് ഇപ്പം അങ്ങനെ കേസ് തെളിയിക്കുന്ന ചില വിദഗ്ധന്മാരുണ്ട്. ഒരു പഴയ പോലൊന്നും പോലീസ് ഇടപെടുന്നു. തല്ലിന്ന് പറയുന്ന ഒരു കേസ് എടുക്കും കോടതി. ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മുസൽമാനാണ്. ഏറ്റവും കടത്തി പോവുകയാണ്. മുസൽമാനാണ്. അങ്ങനെ അങ്ങനെ വാപ്പ മോത്തിലാലിനെ ഒരു മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടോ? മോത്തിലാലിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് എടുപ്പിൽ വെച്ച് മെഴുകടക്കും. പുള്ളി പെരയ്ക്കാത്തല്ലേ പെരയ്ക്കാത്ത 5 പേര് നിൽക്കരിക്കും. മനസ്സിലായി? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് നടക്കും. പുള്ളി മോത്തിലാലിനെ മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ മുസ്ലിം അല്ലേ പിന്നെ നെഹ്റു അല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. മത്തായിയുടെ പുസ്തകം വായിക്കും. അപ്പം മനസ്സിലായി. ഇത് നിലമ്പൂരില് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോട് കൂടിയാണ് UDF-ന്റെ വിജയം എന്ന് പറയുന്നത്. VD സതീശൻ അടക്കം അതിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും ഇത് രണ്ടും രാജ്യത്ത് ഞാനിപ്പം പറഞ്ഞു കേട്ടിട്ട് കമ്മ്യൂണിസ്റ്റും തെറ്റ കോൺഗ്രസും ഇത് രണ്ടിനും ഉപേക്ഷിക്കുന്ന സമയത്ത് ഇവിടെ കേരളത്തിലെ മലയാളികൾ പാവങ്ങളാണ്. അവര് LDF ഇവിടെ മാറി നല്ല കാര്യമാണ്. ഞാൻ അതുകൊണ്ട് 2 കൂട്ടരെ പഠിച്ചിട്ടുണ്ട്. 2 കൂട്ടരോട് നിന്ന് വീട് പഠിച്ചിട്ടുള്ളവരെ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും കള്ളന്മാരാണ്. ഈ രണ്ടിനും ഇല്ലാതാക്കണം. എന്നെ ഭരണഘടനാ സ്ഥാപനം എനിക്കത് വിശ്വാസം. ഞാൻ ഭരണഘടന എനിക്കതിന് അവകാശം. ഇത് എന്നത് സൗകര്യമായിട്ട് മടങ്ങും. ഞാൻ ചെറുപ്പം മടങ്ങിയിട്ട് കണ്ടില്ല. ഞാൻ പറഞ്ഞു മണങ്കണ്ട സൗകര്യത്ത് മണങ്കണ്ടെന്ന്. ഭരണഘടനാ സ്ഥാപനം സൗകര്യമുണ്ട് പഠിച്ചോണ്ട് പിണറായി വിജയൻ ഇപ്പം ഈ AK സെന്ററിലെ എല്ലാം ചെയ്യുന്നതാണ്. ദൈവവിശ്വാസം ഇല്ലാത്ത തുണിയില്ലാത്ത പെണ്ണിൻ്റെ പടം വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിട്ട് 2 പെണ്ണുങ്ങളാണ് തുണിയില്ലാത്തതിനെ കയറ്റാൻ നോക്കി പിണറായി. അതൊക്കെയാണ് ജനാധിപത്യം. അത് തടഞ്ഞെന്നുള്ളതാണല്ലോ ഞാനുമായിട്ടുള്ള ആദ്യത്തെ അടി. ഞാനുമായിട്ട് മടക്കമുണ്ടായത് അവിടെയാണ്. ശബരിമല എന്ന് പറയുന്നത് ഏറ്റവും പരിപാവനമായ സ്ഥലമാണ്. 10 വയസ്സിലും 52 വയസ്സിലും പ്രായമുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല എന്നത് അവിടെ നൂറ്റാണ്ടുകളായ ഒരു തീരുമാനമാണ്. അങ്ങോട്ട് പെണ്ണുങ്ങളെ തുണിയെടുക്കാത്ത പെണ്ണുങ്ങൾ കൊണ്ടുവന്നതിനാണ് ഞാനത് തടഞ്ഞു എന്നുള്ളതിൽ ഞാനുമായിട്ടുള്ള തർക്കം. ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും അവർക്ക് പോട്ടെ. നമ്മളെ നേരത്തെ ഇടപെടുന്നത് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ 5 നേരം നിസ്കരിക്കണം. ഞാനിത് അത് നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്നെ. അല്ലെങ്കിൽ ഹിന്ദുക്കൾ രാവിലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നു വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്താ. അത് അവർ ഈ പ്രാർത്ഥിക്കട്ടെ. ഞാൻ പള്ളിയിൽ പോകുന്നു. എൻ്റെ പള്ളി പോകുന്നത് അവർക്ക് തന്നെ ആർക്കും അവകാശം. എനിക്ക് കേസാണ് ഇഷ്ടമാണ്. വല്ലപ്പോഴും കോടതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പരാമർശം ഉണ്ടായിരുന്നു, പാകിസ്ഥാന്റെ വിജയം വരുമ്പോൾ ചിലർ അല്ലാഹു അക്ബർ വിളിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ. അത് തെറ്റല്ലേ? ആ മര്യാദ കഴിക്കുന്നത് ഒരു സമൂഹത്തെ മുഴുവൻ ഒന്നാം തരം മുസ്ലിങ്ങൾ അതിലവിടെ ഷാബിക്കുന്ന കുഴപ്പം അങ്ങനെ ഇരുത്തിക്കൊണ്ടേ ഞാൻ പറഞ്ഞു. പരാമർശം മുസ്ലിം സമൂഹം അത് ചിന്തിക്കണം. മുസ്ലിം സമൂഹം ഇതുപോലെ പാകിസ്ഥാന് വിക്കറ്റ് പോകുമ്പോൾ കരയുകയും ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിക്കുകയും ചെയ്യുന്ന സ്വഭാവം
ഇന്ത്യക്കകത്ത് കിടന്ന് ഇന്ത്യയുടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് മുസ്ലിം നേതാക്കന്മാർ മനസ്സിലാക്കണമെന്ന് എൻ്റെ അഭിപ്രായം. എൻ്റെ കുഴപ്പം എത്രയിടത്ത് 100 ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഞാൻ പേട്ടയല്ലേ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ എണ്ണം പറഞ്ഞു, ഇനിയും പറയണം. ഇതാരെങ്കിലും പറയണേ പറഞ്ഞതിൽ കുഴപ്പമാണ്. കേസെടുക്കാൻ ഭയമില്ലെന്നാണ് പറയുന്നത്. നീ ഇത്തരം 10-16 കേസുണ്ടല്ലോ, എനിക്ക് ഭയമുണ്ട്. ചുമ്മാ എടുക്കട്ടാവ് കേസ് അവരുടെ തമാശ. ഞാൻ കേസ് എനിക്ക് എൻ്റെ പൊതുമാനെ പറയാൻ പറ്റില്ല.